ഹലോ ചങ്ങകളെ, എല്ലാവർക്കും ആർക്കെ ഏഞ്ചൽസിൻ്റെ ഒരു കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കായി റഹിമ കൊച്ചു. അപ്പം ഇന്നിങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ വന്നത് വേറെ ഒന്നിനല്ല ചങ്ങകളെ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ നമ്മളെ ഇഷ്ടപ്പെടുന്ന 2-3 ഫാമിലീസ് ഉണ്ട്, കുറച്ച് പേര്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിലും എൻ്റെ വാട്സപ്പിലും എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അപ്പം മെസ്സേജ് വേറെ ഒന്നല്ല, എന്താണ് കൊച്ചു 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്താണെന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോൾ അവർക്ക് ഞാൻ പേഴ്സണലി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടും കൂടി കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണാണ്ടാവുമ്പോൾ മറന്നു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത് കാര്യം പറയാൻ വേണ്ടിക്ക്. വേറെ ഒന്നല്ല ചങ്കകളെ, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, വയനാടത്തെ ഒരു ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തൊരു ദുരന്തമാണ് വയനാട് നടന്നേക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല ഇന്നലെ തുടങ്ങി. ഇപ്പം കുറച്ച് ദിവസം മുമ്പും ഇതുപോലൊക്കെ ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അർജുനെ കാണാണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്ക് അർജുന എവിടെയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ അർജുനെ തിരിച്ച് കിട്ടുന്നത്. എവിടെന്നെങ്കിലും അർജുൻ തിരിച്ചു വരണം, ഒരു ആപത്തില്ലാണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അർജുൻ കടന്നു വരണം എന്നാണ് ഇപ്പോഴും ഒരു പ്രാർത്ഥന. സത്യം പറഞ്ഞാൽ അർജുനെ കാണാണ്ടായ നിമിഷം അന്നും ഇതുപോലെ തന്നെയായിരുന്നു. ഒന്നിനും പറ്റാത്ത ഒരു സന്തോഷമില്ല. ഒരു വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻഷൻ ഫ്രീക്ക് വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷം വേണ്ട വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിലും. അപ്പോൾ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വരുമാന മാർഗ്ഗമാണ്. എൻ്റർടൈൻമെൻറ്റിനേക്കാൾ അപ്പുറം നമുക്കതൊരു വരുമാന മാർഗ്ഗമാണ് യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിലും ഒരു വീഡിയോ ഇടാൻ പറ്റുന്നില്ല നമുക്ക്. കാരണം ചിരിക്കാനും കളിക്കാനൊന്നും പറ്റുന്നില്ല. ഒരു തമാശ സ്കിറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് കോമഡി ചെയ്യണമെങ്കിലായാലും ഒരു പാട്ട് ചെയ്യണമെങ്കിലായാലും നമുക്ക് മനസ്സൊന്ന് ശാന്തമായിട്ട് വേണ്ട നമുക്കതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് നമ്മൾ. അപ്പോൾ വീഡിയോസ് ഒന്നും കാണാണ്ടാകുമ്പോൾ ആരും നമ്മൾ മറന്നൊന്നും പോകേണ്ട ചങ്കളെ. കാരണം നമ്മളിപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും TV തുറന്നാലൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ന്യൂസിൻ്റെ മുമ്പിലിരിക്കുന്നതാണ്. അടുക്കളയിലെ പണിയൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്നൊരു പിടുത്തല്. ചില സമയത്ത് ഇന്നലെ ഒന്നും ചോറും കറി വെച്ചിട്ടേ ഇല്ല ഞാൻ. സത്യമായിട്ട് ഇന്നലെ ചോറും കറി വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു കട്ടൻ ചായ കുടിച്ചു, രാവിലെ ഒരു ചായ കുടിച്ചു, പിന്നെ വൈകുന്നേരമാണ് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയത് തന്നെ. കാരണം അത്രയും വിഷമം ഉള്ളൊരു ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം. ഈ വയനാടത്തെ ഒരു പ്രശ്നം അത് കഴിഞ്ഞ് അത് വാർത്ത ഇവിടുന്ന് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ സിംബ പൂച്ച മരിച്ചത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പൂച്ചക്കുട്ടീനെ ഞാൻ മണ്ണുത്തി കൊണ്ടുപോയിക്കായിരുന്നു. അപ്പോൾ അവന് അവിടെ വെച്ച് മരിച്ച്. അപ്പോൾ ആ ഒരു വിഷമം മെക്കപ്പാടി കൂടിയിട്ട് ഭയങ്കര ഇന്നും ആ ഒരു വിഷമം മാറിയിട്ടില്ല. കാരണം വയനാടിൻ്റെ ദുരന്തം നമ്മളിപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ന്യൂസ് ചാനൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ വിശേഷം എന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസയാണ് നമുക്ക്. എത്രയോ പേരാണ് നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, കൂടപ്പുറപ്പിങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും അതുപോലെ കിടപ്പാടൊക്കെ നഷ്ടപ്പെട്ട് കുറേ പേരിങ്ങനെ എന്തെന്നില്ലാണ്ട് അന്തിച്ച് നിൽക്കുകയാണ്. ഇനി എന്ത് ജീവിതം എന്ന് ആലോചിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു കുറേ പേര് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ചിരിക്കാനോ കളിക്കാനോ സന്തോഷിക്കാനോ പറ്റുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ ആർക്കും പേഴ്സണൽ കാര്യത്തിൽ നമ്മളൊന്നും പറയാനൊന്നുമില്ല, എന്നാലും വിഷമം തോന്നി. കുറേ പേരൊന്നും ഇപ്പോഴും ഈ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് അവർക്ക് ആർക്കും അതിൻ്റെ ഒരു അംശം പോലും ഒരു വിഷമോ അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളൊരു ചിന്ത പോലില്ല. അവർ പഴയതുപോലെ തന്നെ കളിക്കണ് ചിരിക്കണ്. നമ്മൾ കളിച്ചോട്ട് ചിരിച്ചോട്ട്, ഞാനും ഇവിടെ കളിക്കണം ചിരിക്കണൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ അപ്പം ഞാൻ കളിച്ചോട്ട് ചിരിച്ചോണ്ടിരിക്കണ്. എന്നാലും നമ്മൾ എന്താ പറയുക, എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. കുറേ എണ്ണത്തിന് തലയിൽ കൂടി ഒന്നും പോയിട്ടേ ഇല്ല. ഇത്ര വലിയ ദുരന്തം നടന്നിട്ട് അവരൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിലല്ലല്ലോ സംഭവിച്ചേക്കണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ സംഭവിക്കില്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉരുൾപൊട്ടാനായിട്ട് സ്ഥലമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളപ്പൊക്കം വരാൻ സ്ഥലമില്ല. അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കണം, അത് അവിടെ അല്ല, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു കാട്ടായാണ് ചില ആൾക്കാർ ഞാനിന്ന് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ നമുക്കൊന്നും പറ്റുന്നില്ല. നമ്മൾക്കൊന്നും എന്താ പറയുക, പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. അവർക്കൊരു സമാധാനം കൊടുക്കാനായിട്ടും അവരുടെ മനസ്സിൽ ശാന്തമാക്കാനും. അവർക്ക് നഷ്ടങ്ങളൊക്കെ അത്രയും വലിയ നഷ്ടങ്ങളാണ്. നാളെ നമ്മുടെ കുടുംബത്ത് ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ആയിരിക്കില്ല, അതിനേക്കാളും വലിയ ദുരന്തമൊക്കെ ആയിരിക്കും ദൈവം നമുക്ക് വെച്ചേക്കുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ ഉള്ള സമയം നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഇനി സഹായിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ലേ, പക്ഷെ നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. അവർ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരുടെ വിഷമത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക. അത്രയൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പം ആരും നമ്മളെ ഇതാക്കി പോവരുത്. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദൈവം വെച്ച് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വീഡിയോസൊക്കെ ചെയ്യാം.
നല്ല നല്ല സ്കിറ്റുകളൊക്കെ ചെയ്യാം നമുക്ക്. അപ്പം ഈ കുറച്ച് ദിവസം നമ്മളിപ്പോൾ വയനാടിൻ്റെ ആ ഒരു നഷ്ടങ്ങൾ സംഭവിച്ച ആൾക്കാരുടെ കൂടെയാണ് ഇപ്പോൾ പ്രാർത്ഥനയോട് കൂടി നമ്മൾ അവരോട് പിരിക്കുകയാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്നുണ്ട്. ദൈവം വെച്ച് നമ്മളത് ചെയ്യും. അങ്ങോട്ടേക്കൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട് ചങ്കളെ. പക്ഷെ നമുക്ക് ഇപ്പോൾ അവിടത്തോളം വരെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പിന്നെ അറിയാലോ, നമ്മൾ അങ്ങോട്ടേക്കൊന്നും കടത്തി വിടത്തില്ല, അങ്ങനെ ആരെയും അധികം ആൾക്കാരൊന്നും കടത്തി വിടണമെന്നില്ല. എന്നാലും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ടായതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നവർ ചെയ്യുക. നമ്മുടെ നാടല്ല, വയനാടാണ്, നമ്മൾ തൃശ്ശൂരാണ്, അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരമാണ്, അല്ലെങ്കിൽ നമ്മൾ പാലക്കാട്, വേറെ ഒരു ഇതാണ്, നമ്മളുടെ ഏരിയ അല്ല എന്നുള്ളൊരു ചിന്തയിലൊന്നും ആരും മതിമറന്ന് ജീവിക്കരുത്. നാളെ അതൊക്കെ നമുക്കും വരാം. അപ്പോൾ അവരുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേരാനായിട്ട് ശ്രമിക്കുക, പരമാവധി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും പേഴ്സണൽ ലൈഫാണ് എല്ലാവർക്കും. നമുക്കൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് ഒന്നും പറയണമെന്നില്ല. ഞാനൊരാളെയും ഒന്നും പറയണതല്ല. അപ്പം ചില ഓരോന്ന് കാണുമ്പോൾ ഒരു വിഷമം, ഇന്ന് അവിടെ സംഭവിച്ച നാളെ നമുക്കും സംഭവിക്കാമെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവാം. അത് വേറെ വിധത്തിലായിരിക്കും. അവിടെ ഉരുൾപൊട്ടലാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ വേറെ പല വിധത്തിലായിരിക്കും. കാരണം പ്രകൃതി അത്രയും നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനോട്. അത് പ്രകൃതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം പോലും നമ്മളെ കൈവിട്ട പോയ അവസ്ഥയാണ്. കാരണം ദൈവത്തിൻ്റെ പോലും കയ്യിൽ നിൽക്കുന്നില്ല ഒരു കാര്യങ്ങളും. കാരണം അത്രയും എത്രയോ നിരപരാധികൾ ഉണ്ടാവും അതിനകത്ത് മരിച്ചേക്കുന്ന, നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക്. അപ്പോൾ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനുഷ്യന്മാർ ചെയ്ത് വെക്കുന്ന അക്രമങ്ങൾ, നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന അക്രമങ്ങൾ, നമ്മളുടെ ദോഷഫലമായ പ്രവൃത്തികൾക്കിടെ ഒരു ദൂഷ്യഫലങ്ങളാണ് ഇപ്പം ഈ പ്രകൃതി ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനകത്ത് ഒരുപാട് നിരപരാധികൾ പോകുന്നുണ്ട്. ചിലപ്പോൾ തെറ്റ് ചെയ്താലൊക്കെ വേറെ പല ആൾക്കാരായിരിക്കും, പക്ഷെ അത് അനുഭവിക്കുന്നത് നിരപരാധികൾ കൂടിയാണെന്നുള്ളത് ഓർക്കുക. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും സമാധാനം നൽകട്ടെ എന്ന്. അവിടെ നമ്മുടെ വയനാട്ടിലെ എല്ലാ സഹോദരങ്ങൾക്കും അത് സഹിക്കാനുള്ള ക്ഷമയും സമാധാനം നൽകി പടച്ചവൻ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക ചങ്കളെ. നമുക്ക് അവരോടൊപ്പം ആയിരിക്കാം ഇനിയുള്ള നിമിഷങ്ങളിൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സേഫായിട്ടിരിക്കുക. നമ്മൾ തൃശ്ശൂർ മാളയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ദൈവം വെച്ച് വേറെ നമ്മൾ താമസിക്കുന്നിടത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. നാളെ നമുക്ക് ഏത് വിധത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, സേഫായിട്ടിരിക്കുക. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചങ്കളെ. ടാറ്റാ. Subscribe now your funniest YouTube channel Archangel.